നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂരിൽ സദാചാര ഗുണ്ടായിസം, കായലോട് പറമ്പായിൽ യുവതി ജീവനൊടുക്കി. സംഭവത്തിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. പ്രതികളായ SDPI പ്രവർത്തകർ നടത്തുന്നത് ഭീകരവാദമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ഇന്ന് വായനാ ദിനം. ആഴത്തിലുള്ള വായനകളെ ഉണർത്താൻ സ്കൂളുകളിൽ മാസാചരണം. വിദ്യാരംഗം, സാഹിത്യവേദിയും സമിതികളും രംഗത്ത്. PN പണിക്കരെ അനുസ്മരിച്ചും വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിയും വിദ്യാർത്ഥികൾ. ഒടുക്കം ശാപമോക്ഷം. മധുക്കോത്ത്, ഏച്ചൂർ ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തിയ മരച്ചില്ലകൾ വെട്ടിമാറ്റി. അധികൃതർ കനിയാനെടുത്തത് 3 വർഷത്തെ ശ്രമം. മുറിച്ചുമാറ്റലിന് സിറ്റി ന്യൂസ് വാർത്ത തുണയായി. വാർത്തയിലേക്ക്. കൂത്തുപറമ്പ് കായലോട് പറമ്പായിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യക്ക് പിന്നിൽ ആൾക്കൂട്ട വിചാരണയെന്ന് പോലീസ്. സംഭവത്തിൽ 3 SDPI പ്രവർത്തകരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ VC മുബഷീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻകണ്ടി ഹൌസിൽ VK റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. കായലോട് പറമ്പായിലെ റസീന മൻസിലിൽ റസീനയെയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കായലോട് പറമ്പായിൽ സദാചാര പോലീസ് ചമഞ്ഞ് ഒരു സംഘം നടത്തിയ ആൾക്കൂട്ട വിചാരണയിൽ മനംതൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളായ 3 SDPI പ്രവർത്തകരാണ് റിമാൻഡിലായത്. പറമ്പായി റസീന മൻസിലിൽ റസീനയെയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 3 പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പറമ്പായി സ്വദേശികളായ SDPI പ്രവർത്തകരായ MC മൻസിലിൽ VC മുബഷീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻകണ്ടി ഹൌസിൽ VK റഫാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ തലശ്ശേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 3 കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തു. യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്തെത്തിച്ചു. 5 മണിക്കൂറോളം യുവാവിനെ കൂട്ടവിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് രാത്രി 8:30 പറമ്പായിലെ ഇവരുടെ ഓഫീസിലെത്തിച്ച ശേഷം ഇരുവരുടെയും ബന്ധുക്കളെ SDPIയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. യുവാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തി. കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും ഇൻസ്പെക്ടർ N അജീഷ് കുമാർ പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ BS ഭാവിഷിനാണ് അന്വേഷണ ചുമതല. പറമ്പായിലെ A മുഹമ്മദ് CK ഫാത്തിമ ദമ്പതികളുടെ മകളാണ് റസീന. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ആൾക്കൂട്ട വിചാരണയിൽ മനംതൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവം കണ്ണൂരിൽ നടന്നത് SDPI ഭീകരവാദ പ്രവർത്തനമാണെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിലാണ് സംഭവം നടന്നത് എന്നത് ഗൌരവമേറിയതാണ്. SDPI ഭീകരത വച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ SDPIയുടെ ഭീകരത എത്രമാത്രം ശക്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു യുവതിയുടെ ആത്മഹത്യക്ക് ഇടയായിട്ടുള്ളത്. ആൾക്കൂട്ട വിചാരണയാണ് SDPI നടത്തിയത്. യുവതി മറ്റൊരു ചെറുപ്പക്കാരനുമായി സംസാരിച്ചതിൻ്റെ പേരിൽ SDPIക്കാർ ഭീഷണിപ്പെടുത്തുന്നു. ചെറുപ്പക്കാരനെ SDPIയുടെ ഓഫീസിൽ കൊണ്ടുപോയി 5 മണിക്കൂറോളം വിചാരണ ചെയ്യുന്നു, ഭീകരമായി മർദ്ദിക്കുന്നു. തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള മരണവും ഏറ്റവും ശക്തിപ്പെട്ടിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ്, മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്. SDPIയുടെ ഈ തീവ്രവാദ പ്രവർത്തനം, അവരുടെ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു തെളിവായി നാം ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഇത് അത്യന്തം അപകടകരമായ പോക്കാണ്. 3 പേരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്യപ്പെട്ടു. SDPIക്കാർ സംഘടിച്ച് പരാതി പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു.
യുവതിയുടെ വീട്ടുകാരിൽ നിന്നും ചെറുപ്പക്കാരന്റെ വീട്ടുകാരിൽ നിന്നും പരാതി പോലും ഇല്ലാതാക്കാൻ SDP എന്ന് പറയുന്ന സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അത് സംബന്ധമായി കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ 3 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമായിരിക്കില്ല ഇത്. ഇതിന്റെ പിന്നിൽ നടത്തിയ ഗൂഢാലോചന ഇതൊക്കെ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തപാൽ വകുപ്പിന്റെ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ തപാൽ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രീകൃത വിതരണ കേന്ദ്രങ്ങൾ IDCക്കെതിരെ തപാൽ ജീവനക്കാർ പ്രതിഷേധ ധർണ നടത്തി. NFPE AIGDSU കണ്ണൂർ ഡിവിഷന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ ധർണ നടത്തിയത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. അത് സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ തപാൽ മേഖലയിലെ ഈ സർവീസിന്റെ വിശ്വാസ്യതയും സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് ആത്മഹത്യാപരമായ ഒരു നിലപാടാണ് സെൻട്രൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇതിനെ തടയണം, ഇതൊന്ന് വിഡ്രോ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു പ്രതിഷേധ ധർണ ഇവിടെ കണ്ണൂർ ജില്ലയിലെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം ഏറ്റവും ജനകീയവും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ നിലപാടാണ്. ഒരു പൊതു സർവീസിനെ, കേന്ദ്ര സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതു രീതിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ സ്വകാര്യവൽക്കരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും ഉചിതമായ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ അവർക്ക് സ്നേഹമുള്ള, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആചരിക്കുന്ന ഒരു മേഖലയിലെ സർവീസിനെ സംരക്ഷിക്കണം എന്ന ഏറ്റവും ഉചിതമായ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ധർണാ സമരം നടത്തുന്നത്. BP രമേശൻ അധ്യക്ഷനായി. AP പ്രജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അനു കവണിശ്ശേരി, CITU ജില്ലാ സെക്രട്ടറി K അശോകൻ, P മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നഗരപ്രദേശത്ത് 2 ദിവസം അഴിഞ്ഞാടിയ തെരുവുനായ പരാക്രമത്തിന്റെ ഭീതി മാറും മുമ്പേ കടമ്പൂരും സമാന സംഭവം. റോഡിലൂടെ നടക്കുകയായിരുന്ന സ്ത്രീയെ നായ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. കടമ്പൂർ സ്കൂളിന് സമീപം മമ്മാക്കുന്ന് റോഡിൽ വ്യാഴാഴ്ച രാവിലെ 9:30 സംഭവം. ആൾക്കാർ ഓടിക്കൂടിയതോടെ നായ എളവന ഭാഗത്തേക്ക് കടന്നു കളഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കടമ്പൂരിൽ ഇതിനു മുമ്പും തെരുവുനായ പലരെയും കടിച്ചിരുന്നു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാത്രമായി കോർപ്പറേഷൻ പരിധിയിൽ 60-ലധികം ആളുകളെയാണ് തെരുവുനായ കടിച്ചത്. ഇതേ തുടർന്ന് കോർപ്പറേഷൻ മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആരോപണ പ്രത്യാരോപണം കൊണ്ട് കൊമ്പ് കോർത്തിരുന്നു. തെരുവുനായ്ക്കളെ പിടികൂടേണ്ടതും വന്ധ്യാകരണം ചെയ്യുന്നതും ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരിയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂരിൽ സദാചാര ഗുണ്ടായിസം. കായലോട് പറമ്പായിൽ യുവതി ജീവനൊടുക്കി. സംഭവത്തിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. പ്രതികളായ SDPI പ്രവർത്തകർ നടത്തുന്നത് ഭീകരവാദമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ഇന്ന് വായനാ ദിനം. ആഴത്തിലുള്ള വായനകളെ ഉണർത്താൻ സ്കൂളുകളിൽ മാസാചരണം. വിദ്യാരംഗം, സാഹിത്യവേദിയും സമിതികളും രംഗത്ത്. PN പണിക്കരെ അനുസ്മരിച്ചും വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിയും വിദ്യാർത്ഥികൾ. ഒടുക്കം ശാപമോക്ഷം. മധുക്കോത്ത്, ഏച്ചൂർ ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തിയ മരച്ചില്ലകൾ വെട്ടിമാറ്റി. അധികൃതർ കനിയാനെടുത്തത് 3 വർഷത്തെ ശ്രമം. മുറിച്ചുമാറ്റലിന് സിറ്റി ന്യൂസ് വാർത്ത തുണയായി.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇഞ്ചക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശുഭപ്രതീക്ഷ പങ്കുവച്ച് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് നേടാനാവും. ഇത് UDFന് അനുകൂലമാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തരൂർ പ്രചാരണത്തിന് എത്താത്തത് വിദേശത്തായതുകൊണ്ടാണെന്നും VV പ്രകാശിന്റെ കുടുംബത്തെ കണ്ടിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഗോവിന്ദൻ മാഷിന്റെ RSS ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശത്തിലും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. ഞങ്ങളെ കണക്കൂട്ടിലെ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കൂടുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ UDFന്റെ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മത്സരമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് ശതമാനം കൂടും. നല്ല പ്രചരണം എല്ലാ ഭാഗത്തും ഉണ്ടായി. പിന്നെ കാലാവസ്ഥയും പ്രതികൂലമല്ല. അതുകൊണ്ട് പോളിംഗ് ശതമാനം മെച്ചപ്പെടുമെന്ന് തന്നെയാണ് UDF കരുതുന്നത്. അത് UDFന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അവരുടെ ആശയ ദാരിദ്ര്യം വളരെ പ്രകടമാണ്. ഗോവിന്ദൻ മാഷെ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവരുടെ രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുന്നു. ഗോവിന്ദൻ മാഷ് ചില സത്യങ്ങൾ അറിഞ്ഞും അറിയാതെയും പുറത്തുവിട്ടത് ഇനി ആര് വിചാരിച്ചാലും ആ ഭൂതത്തെ ഇനി കുടത്തിൽ കയറ്റാൻ കഴിയുകയില്ല. അത് ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ കേരളത്തിന്റെ ജനങ്ങൾ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ ഭാവിയിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതാണ്. RSSുമായിട്ട് ഞങ്ങൾക്ക് പരസ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അങ്ങോട്ട് തർക്കിച്ച്, പിന്നെ എന്താ അത് പറയുന്നതിന് എന്താ പ്രയാസം? RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ നിഷേധിക്കുന്നതിന് പകരം തർക്കിച്ച് സമ്മതിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് വായനാ ദിനം. ജില്ലാ സാക്ഷരതാ മിഷൻ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. ഇന്ന് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വായന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സാധ്യതകളെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയണം. ഇപ്പം ഞാനെപ്പോഴും ഈ വായനാ ദിനത്തിൽ പറയുന്ന രണ്ടാളുകളാണ്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജാനിയടത്തി, മറ്റൊരു രുക്മിണിയടത്തി ഉണ്ടായിരുന്നു. രണ്ടും ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലുള്ളവരാണ്. അപ്പോൾ ജാനകിയടത്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളെല്ലാം കേട്ടു. ജാനകിയടത്തി അക്ഷരം പഠിച്ചതിന് ശേഷം അവരുടെ കഴിവുകളെ പുറത്തേക്ക് എടുക്കുന്നതിന് കഴിഞ്ഞിട്ട് അവർ വായിക്കാൻ തുടങ്ങി. വായനയിലൂടെയും അതുപോലെ അവരിലുണ്ടാകുന്ന അതുവരെ ഉറങ്ങിക്കിടന്ന അവരുടെ കഴിവുകളാണ് ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങളിപ്പോൾ ഇവരിവിടെ അവതരിപ്പിച്ച കവിതയിലെ ഓരോ വരികളും ഓരോ വാക്കുകളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കെതിരെ, പെൺകുട്ടികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ എതിരെയായിട്ടുള്ള നല്ല ഒരു കവിതയാണ്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ വായന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സാക്ഷരതാ സമിതി അംഗം VRV7 PN പണിക്കർ അനുസ്മരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. പഠിതാവ് P ജാനകി കവിത ചൊല്ലി. ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ സ്വാഗതവും TV ശ്രീജൻ നന്ദിയും പറഞ്ഞു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിന് തുടക്കമായി. പ്രശസ്ത കവി ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു. അധ്യാത്മരാമായണത്തിലെ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും
എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിർണയം. എങ്കിലും ഒന്നിതു കേൾക്ക നീ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ജീവിതത്തിന്റെ തത്വം പറയുകയാണ്. വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. വന്യസന്തപ്തമായ വന്യാൽ സന്തപ്തമായ ലോഹത്തകിടിൽ വീണ അമ്പുബിന്ദു പോലെ, അമ്പു എന്ന് പറഞ്ഞാൽ ജലം, അമ്പുബിന്ദു പോലെ എന്താണ് ഒരു അത്ര നൈമിഷികമാണ് ജീവിതം, കഴിഞ്ഞു. അതായത് ചുട്ടുപഴുത്ത ഒരു ലോഹത്തകിടിൽ വീണ വെള്ളത്തുള്ളി പോലെ ആണ്. വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ക്ഷണഭംഗുരമാണ്, ഒരു നിമിഷം മാത്രം ഉള്ളതാണ് ഈ മനുഷ്യജീവിതം എന്നുള്ള വലിയൊരു തത്വമാണ് പറഞ്ഞത്. ഹെഡ്മാസ്റ്റർ KV മനോജ് അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ P സജിന സ്വാഗതം പറഞ്ഞു. മലയാളം അധ്യാപിക A രമാദേവി, ഉണ്ണികൃഷ്ണൻ T എന്നിവർ വായനാദിന സന്ദേശവും P അന്നദ പുസ്തക നിരൂപണവും നടത്തി. പ്രിൻസിപ്പൽ റീന ഭാസ്കർ, PTA പ്രസിഡന്റ് K സുനിൽ എന്നിവർ സംസാരിച്ചു. ലംഹ ഫാത്തിമ നന്ദി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ വായനാ മാസാചരണത്തിന് തുടക്കമായി. ആറ്റടപ്പ നമ്പർ 2 LP സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു. ജനു ആയിച്ചാൻ കണ്ടി ഉദ്ഘാടനം ചെയ്തു. കിഴുന്ന LP സ്കൂളിൽ പുസ്തക പരിചയം, ക്വിസ് മത്സരം, പുസ്തക പ്രദർശനം, വായനാ പ്രതിജ്ഞ തുടങ്ങിയ പരിപാടികളും ഉണ്ടായി. രവീന്ദ്രൻ കിഴുന്ന ഉദ്ഘാടനം ചെയ്തു. പുസ്തകമെന്നുടെ ചങ്ങാതി, അറിവേകുന്നൊരു ചങ്ങാതി, വായനയെ നാം സ്നേഹിച്ചാൽ നേർവഴി കാട്ടും ചങ്ങാതി. പുസ്തകമെന്നുടെ ചങ്ങാതി, അറിവേകുന്നൊരു ചങ്ങാതി. ആറ്റടപ്പ നമ്പർ 2 LP സ്കൂൾ PTA പ്രസിഡന്റ് KP അജിലേഷ് അധ്യക്ഷത വഹിച്ചു. KV ജയരാജ്, MK അങ്കുരാജൻ, പ്രധാനാധ്യാപിക VV സ്മിത, V ഹസ്നത്ത് എന്നിവർ സംസാരിച്ചു. കിഴുന്ന LP സ്കൂൾ പ്രധാനാധ്യാപിക C ധന്യ, K ജൂലി, റീമ ശർമ്മ, അർഷ വിനോദ് എന്നിവർ സംസാരിച്ചു. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിന് തുടക്കമായി. കഥാകൃത്ത് ബഷീർ പെരുവളത്തും പറമ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രധാന അധ്യാപകൻ TK സലീം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ VP കിഷോർ, മലയാള വിഭാഗം മേധാവി VP ഉല്ലാസ്, PTA പ്രസിഡന്റ് MK അനീഷ് കുമാർ, ബീന ലക്ഷ്മണൻ, അനുലക്ഷ്മി, സുനീത്, C മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മങ്കടവ് ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ വായനാ മാസാചരണത്തിന് തുടക്കമായി. RJ മുസാഫിർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കഥാമൃതം, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം, ആദരവ്, ഉപഹാര സമർപ്പണം എന്നിവയും നടന്നു. അത്യാവശ്യം പ്രയാസം അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്. കയ്യിൽ കാശൊന്നും ഇല്ല, 3 നേരം ഭക്ഷണം പോലും കൃത്യമായിട്ട് കഴിക്കാനൊന്നും പറ്റുന്നില്ല. എവിടെയും കഥ നടക്കുന്നത് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ? തമിഴ്നാട്ടിൽ. അതെ. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യും? ന്യൂസ് പേപ്പർ വിറ്റ് നടക്കും, അല്ലെ? സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി വളരെ ക്വയറ്റാണ്. നിങ്ങളെ പോലെ ഒരുപാട് സംസാരിക്കൊന്നും ചെയ്യില്ല, അനങ്ങാതെ മിണ്ടാതെ നിൽക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഈ കുട്ടിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഓരോ കാര്യങ്ങളെ കുറിച്ചും കുട്ടി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടേ. കഥകളിലൂടെ കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ മികവുറ്റതാക്കി തീർക്കുവാനുള്ള പ്രത്യേക പദ്ധതിയായ കഥാമൃതവും വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനവും 2024-25 അധ്യയന വർഷത്തിൽ LSS കരസ്ഥമാക്കിയ ആയിഷ സന KA, അർവ NP എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. LSS വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് സ്കൂൾ ഹെഡ്മാസ്റ്റർ KP വിനോദ് കുമാർ വിതരണം ചെയ്തു. അവധിക്കാലത്തെ മികച്ച വായനക്കാർക്കുള്ള ഉപഹാര സമർപ്പണം വാർഡ് മെമ്പർ V അബ്ദുൽ കരീം നിർവഹിച്ചു. പാപ്പിനിശ്ശേരി BRC കോർഡിനേറ്റർ A സന്തോഷ് കഥയും വരയും അവതരിപ്പിച്ചു. ഞാൻ ചിത്രം വരക്കാൻ പോവുകയാണ്. ആരുടെ ചിത്രമാണ് വരക്കുന്നത് നിങ്ങൾ പറയണം. എന്റെ കഥയിലുള്ള ഒരാളുടെ ചിത്രമാണ്. വരച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയണം. ഓക്കെ, ഞാൻ ആദ്യം വരും. അയാളുടെ ഒരു ചെവിയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് അയാളുടെ ചെവിയാണ്. ആരായിരുന്നു? പ്രഭാകരനാണ്. ചെവി അങ്ങനെയാണ്. റൈറ്റ്. ഞാൻ ഉദ്ദേശിച്ച ഞാൻ അത്ര ഇല്ല വരക്കാരനല്ല. ആരാ പറഞ്ഞേ? എന്നാ പേര് വെരി ഗുഡ്. ചെവിയാണ് ഞാൻ വരക്കാൻ
നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കേണ്ടതാണ്. മാഷ് നിന്നെ വരയ്ക്കാനൊന്നല്ല, എന്നാലും വരയ്ക്കാൻ ശ്രമിക്കാം. ഒരു ഇങ്ങനെ എന്താ കണ്ണൊക്കെയായിട്ട് വീശൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കണം. കുത്തിയിരിക്കാം. ഈ എലി ഇങ്ങനെ ആയിഷ സന വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA പ്രസിഡന്റ് C അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MP സെയ്ദ്, മദർ PTA പ്രസിഡന്റ് C ഷഫീറ, രഞ്ജിത TV, സുബൈബത്ത് CP എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ KP വിനോദ് കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീമ ശ്രീധരൻ നന്ദിയും രേഖപ്പെടുത്തി. സിറ്റി ന്യൂസ്, കണ്ണൂർ. PN പണിക്കരുടെ സ്മരണാർത്ഥം വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം സംഘടിപ്പിച്ചു. മാടായി കോളേജ് റിട്ടയർഡ് പ്രൊഫസറും മുൻ കില ഡയറക്ടറുമായ ഡോക്ടർ PP ബാലൻ സ്വന്തം പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങളുണ്ട്. കാരണം ജനങ്ങൾ നിരക്ഷരരാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ മൃഗതുല്യരാണവരെ, അവർക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നാം തടം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ നേട്ടം വളരെ അഭിമാനകരമായി കാണാൻ സാധിക്കും. വലിയ മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഈ സാക്ഷരതാ രംഗത്ത് അല്ലെങ്കിൽ വായനാ രംഗത്ത് അല്ലെങ്കിൽ സാഹിത്യ രംഗത്ത് വലിയ മികവ് പ്രകടിപ്പിച്ചവരാണ്. മഹാത്മാഗാന്ധിയുടെ കാര്യം തന്നെ എടുക്കാം. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ വെച്ചുകൊണ്ടാണ് ഐ എക്സ്പെരിമെന്റ്സ് വിത്ത് ദ ട്രൂത്ത് എന്ന പുസ്തകം വേണ്ടിയത്. എന്റെ സത്യാന്വേഷണ അപേക്ഷ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ജനാധിപത്യപരമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മുകളിൽ നിന്ന് 20 പേർ ചേർന്ന് താഴെയുള്ളവരെ ഭരിക്കുന്നതല്ല ജനാധിപത്യം. അത് താഴെ 5 പേർ ചേർന്ന് സ്വയം പ്രചോദിതരായി ഉയർന്നു വരേണ്ടുന്ന ഒരു വ്യവസ്ഥയാണ്. PTA പ്രസിഡന്റ് K സുനിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ സ്വാഗതം പറഞ്ഞു. ഹെഡ്മാസ്റ്റർ KV മനോജ് ആമുഖ ഭാഷണം നടത്തി. വിശിഷ്ടാതിഥിയെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. C മനീഷ്, T ഉണ്ണികൃഷ്ണൻ, V റീന, A രമാദേവി, PP സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. അക്ഷര കോളേജ് ഹിസ്റ്ററി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ PP സീത അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KN രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. EK ഉഷ, KT മുഹമ്മദ് അഫ്സൽ, MV കൃഷ്ണലേഖ, P രമ്യ, K സുനിഷ എന്നിവർ സംസാരിച്ചു. വായനാ വാരാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങളും നടത്തും. KPCC കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനാ ദിനം സംഘടിപ്പിച്ചു. ജവഹർ ലൈബ്രറി മിനി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയം എന്ന പുസ്തകമാണ് ചർച്ച ചെയ്തത്. സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ M പ്രദീപ് കുമാർ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഈ സമയം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇതിന്റെ സംസ്ഥാനതല പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയം എന്ന പുസ്തകം ചർച്ചയ്ക്കെടുത്തു എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആനുകാലികമായി നമ്മുടെ രാജ്യം ഇങ്ങനെ കടന്നു പോകുന്ന ഏറ്റവും ആപത്കരമായ ഒരു കാലത്തിൽ ഈ പുസ്തകമാണ് ഏറെ ചർച്ച ചെയ്യേണ്ടത് എന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിലമ്പൂരിൽ വെച്ച് നടന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകത്തെ. ഗീതയും ഖുറാനും ബൈബിളും മനുഷ്യ സ്നേഹത്തിന്റെ മഹത്വഗീതികൾ പാടിപ്പതിഞ്ഞ ഒരു പുണ്യഭൂമിയായ ഭാരതത്തെ വിഘടന ശക്തികളും ചിത്രശക്തികളും വർഗീയ ശക്തികളും ചേർന്നുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്നുള്ള അതിമനോഹരമായ ആശയത്തെ വെട്ടിമുറിക്കപ്പെടുന്ന ഒരു കലാപത്തിന്റെ കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജില്ലാ ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് അധ്യക്ഷനായി. ജില്ലാ ജനറൽ കൺവീനർ KN ആനന്ദ് നാറാത്ത്, സംസ്ഥാന നിർവാഹക സമിതി അംഗം VV വിജയൻ, PP മുസ്തഫ എന്നിവർ സംസാരിച്ചു. പ്രീത VR പുസ്തകാവതരണം നടത്തി. പുസ്തക ചർച്ചയിൽ ഡിജിത് നാറാത്ത്, ഷംസുദ്ദീൻ പാലക്കോട്, VE കുഞ്ഞനന്ദൻ, M രാജീവൻ, ഡോക്ടർ VA അഗസ്റ്റിൻ, നാരായണൻ കൊയ്റ്റി, പപ്പൻ മുറിയാത്തോട്, TP രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 45-ാം കണ്ണൂർ ജില്ലാ സമ്മേളനവും വിരമിച്ചവർക്കുള്ള യാത്രയയപ്പും ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതൊരു പ്രധാന വെല്ലുവിളി പ്രതിസന്ധിയായി. നേരത്തെ പാഠഭാഗം നോക്കി പറഞ്ഞു കൊടുക്കുക, ടീച്ചർ പറഞ്ഞത് പറഞ്ഞു കൊടുക്കുക, പുസ്തകം നോക്കി പറഞ്ഞു കൊടുക്കുക അമ്മയ്ക്ക് കഴിയും. ഇന്ന് മകന്റെ പഠനത്തിൽ, മകന്റെ വിവരാന്വേഷണത്തിൽ അമ്മയ്ക്ക് ഇടപെടാൻ പരിമിതികളാണ്. ഈ ഒരു പ്രശ്നം കുടുംബങ്ങളിൽ വലിയ നിലയിൽ വരുന്നത്.
അതുകൊണ്ട് അവർക്ക് നമ്മളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ലോകത്ത് നടക്കുന്ന ഏത് സംഭവവികാസവും വളരെ വേഗത്തിൽ 1ാം ക്ലാസ്സിൽ പോകുന്ന ഏതൊരു കുട്ടി കരയുന്ന നമ്മളാരും കാണുന്നു. കരയണമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ പ്രവേശനോത്സവം നടന്നു, സ്കൂൾ ഗേറ്റിലെത്തുന്ന അമ്മയോട് കാണിക്കണം എന്താ നമ്മളെല്ലാം 1ാം ക്ലാസ് ഉച്ചവരെ അമ്മ അടുത്തിരിക്കണം എന്നുള്ള കാര്യമല്ല. 34 ഗോളുകളോ 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച വൈഭവ് സൂര്യവംശിയെ കുറിച്ച് പഠിച്ചത് 1ാം ക്ലാസ്സിൽ. നമ്മുടെ 1ാം ക്ലാസ് പോകുമ്പോൾ കണ്ടത് അച്ഛനും അമ്മേനെയും വീട്ടിൽ അയൽവക്കത്തെക്കാരെ അച്ഛനെയൊക്കെ കണ്ടു. ഇന്ന് 1ാം ക്ലാസ് പോകുന്ന ട്രംപിനെ അറിയാം, എലോൺ മസ്കിനെ അറിയാം, ലോകത്തിലെ മുഴുവൻ ക്രിക്കറ്റ് താരങ്ങളെ അറിയാം, ഫുട്ബോൾ താരങ്ങളെ അറിയാം, ക്ലബുകളെ അറിയാം, മെസ്സിയെ അറിയാം, എല്ലാവരെയും അറിയാം. ഓരോ പുതിയ സംഭവമില്ല. 1ാം ക്ലാസ് വന്നത് വളരെ മോശമാണ്. അത്രയും അന്തരീക്ഷം ഇല്ല എന്ന ലോജിക്കാം. ഈ ഒരു സാഹചര്യം നമ്മുടെ കൃത്യമായ അഭിസംബോധന, ഈ ഒരു മാറ്റം വലിയ മാറ്റമാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ടി സജുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ പി കെ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സജിത് കുമാർ പി, വിവിധ സംഘടനാ നേതാക്കളായ പി ആർ സ്മിത, ഇ പി അബ്ദുള്ള, സന്ദീപ് കുമാർ വി വി, ബൈജു കെ കെ, എം എ കെ ഫൈസൽ, വി ഡി പ്രസാദ്, എം പി സുരേഷ് ബാബു, ഷാജി വി വി, നെൽസൺ ടി തോമസ്, ജസ്ന ജോസഫ് എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന നിസാർ കൂലോത്തിന് ഉപഹാരം നൽകി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി പ്രനിൽകുമാർ സ്വാഗതവും ഷൈജു കെ വി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അരിവാൾ കോശരോഗം അവബോധ ദിനാചരണത്തിന്റെയും പരിശോധനകളുടെയും ജില്ലാതല ഉദ്ഘാടനം പട്ടുവത്ത് നടന്നു. കണ്ണൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി കല്യാശ്ശേരി MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അയച്ചു. അങ്ങനെയാണ് മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയുടെ മരുന്നിന് ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കി കിട്ടിയത്. പിന്നീട് അടുത്ത വർഷത്തെ കേന്ദ്ര ബജറ്റിലാണ് ഈ SMA അസുഖത്തിനുള്ള മരുന്നിന്റെ ടാക്സ് പൂർണ്ണമായും ഗവൺമെന്റ് ഒഴിവാക്കുന്ന ഒരു നിലയും ഉണ്ടായി. പിന്നീട് അതിന്റെ തുക 14 കോടിയിലേക്ക് വരികയാണ്. ഇപ്പൊ മരുന്ന് 5 കോടിക്കൊക്കെ മരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിനുവേണ്ടി നടത്തിയൊരു ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ജനിതക അസുഖത്തിന്റെ പ്രയാസങ്ങൾ, അത് ഞാൻ മുഹമ്മദ് എന്ന കുഞ്ഞുമകന്റെ പേര് ഞാൻ എടുത്തു പറഞ്ഞതെന്ന് മാത്രമാണ്. അത്തരത്തിൽ ജനിതക അസുഖങ്ങൾ കൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി കുട്ടികളുണ്ട്, നിരവധി കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നേരിട്ട് കാണുന്ന ഒരാൾ, നമ്മളെല്ലാം കാണുന്നുണ്ട്, അതിലൊരാൾ എന്ന നിലയിൽ കൂടിയാണ് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്നത്, ഇന്ന് അരിവാൾ കോശ രോഗത്തിന്റെ ചികിത്സയിൽ അനീമിയയുടെ ദിനമാണ്. അതിന്റെ ബോധവൽക്കരണത്തിന്റെ ഒരു ദിനമാണ്. അത് വേൾഡ് മുഴുവനായിട്ട് ആ ദിനം ആചരിക്കുകയാണ്. നമുക്ക് ആ ബോധവൽക്കരണം ഏറ്റെടുക്കണം. ഡെപ്യൂട്ടി DMO ജി അശ്വിൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡിഷ്മി മാത്യു സ്വാഗതം പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ PK അനിൽകുമാർ സന്നിഹിതരായിരുന്നു. ITDP അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ബിന്ദു കെ, MRS സീനിയർ സൂപ്രണ്ട് പ്രസാദ് ആളോക്കൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ P സുധീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വൈദ്യ സംഘടനകളുടെ ഏകോപനം ലക്ഷ്യമിട്ട് യോഗം ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ ജൂൺ 22 കണ്ണൂരിലുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഴുവൻ പേരോടും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥനയും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ നടത്തി. നമ്മൾ വരുന്ന 22 തീയതി ഞായറാഴ്ച നമ്മുടെ സംസ്ഥാന സമിതി ഓഫീസിൽ കേരളത്തിലെ വിവിധ വൈദ്യ സംഘടനകളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ഏകോപന സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, നമ്മുടെ 2025-26 ബജറ്റിൽ കേരള ഗവൺമെൻറ് 1 കോടി രൂപ ഈ പാരമ്പര്യ വൈദ്യ സംരക്ഷണത്തിനായി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബജറ്റ് പീരീഡിൽ തന്നെ നടപ്പിലാക്കി പാരമ്പര്യ വൈദ്യ സംരക്ഷണത്തിനായിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്നാൽ തന്നെ ഈ ഗവൺമെൻറ് അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്മാർ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുകയോ അല്ലെങ്കിൽ അവർ ഒരു യോജിച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ
ആയുർവേദത്തെയും അഥവാ പാരമ്പര്യ വൈദ്യത്തെയും കേരളത്തിൽ തന്നെയുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും, അതിൽ ഇക്കോളജിസ്റ്റ് ഉണ്ട്, പിന്നെ ബൊട്ടാണിസ്റ്റ് ഉണ്ട്, പിന്നെ മോഡേൺ മെഡിസിനിലെ വിദഗ്ധന്മാരുണ്ട്. ഇവരൊക്കെ ആയുർവേദത്തെ അടച്ചാക്ഷേപിക്കുകയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഏകോപനം അത്യാവശ്യമായ സാഹചര്യത്തിലാണ് കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ ജൂൺ 22-ന് ഫെഡറേഷന്റെ കണ്ണൂരിലുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ യോഗം വിളിച്ചു ചേർത്തത്. രാവിലെ 10 മണിക്ക് യോഗം നടക്കും. എല്ലാ വൈദ്യ സംഘടനകളുടെയും ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രവീന്ദ്രൻ വൈദ്യർ, സെക്രട്ടറി എ ജയദേവ് വൈദ്യർ, ജില്ലാ സെക്രട്ടറി വി ഡി ബിജു വൈദ്യർ, ട്രഷറർ ടി ഗോവിന്ദൻ വൈദ്യർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂരിൽ സദാചാര ഗുണ്ടായിസം, കായലോട് പറമ്പായിൽ യുവതി ജീവനൊടുക്കി. സംഭവത്തിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. പ്രതികളായ SDPI പ്രവർത്തകർ നടത്തുന്നത് ഭീകരവാദമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ഇന്ന് വായനാ ദിനം. ആഴത്തിലുള്ള വായനകളെ ഉണർത്താൻ സ്കൂളുകളിൽ മാസാചരണം. വിദ്യാരംഗം, സാഹിത്യവേദിയും സമിതികളും രംഗത്ത്. PN പണിക്കരെ അനുസ്മരിച്ചും വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിയും വിദ്യാർത്ഥികൾ. ഒടുക്കം ശാപമോക്ഷം. മധുക്കോത്ത്, ഏച്ചൂർ ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തിയ മരച്ചില്ലകൾ വെട്ടിമാറ്റി. അധികൃതർ കനിയാനെടുത്തത് 3 വർഷത്തെ ശ്രമം. മുറിച്ചുമാറ്റലിന് സിറ്റി ന്യൂസ് വാർത്ത തുണയായി. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. സംസ്ഥാനപാത മധുക്കോത്ത്, ഏച്ചൂർ ഭാഗങ്ങളിൽ അപകടക്കെണിയൊരുക്കിയ മരച്ചില്ലകൾ മുറിച്ചുമാറ്റി. വലിയന്നൂർ വില്ലേജ് ഓഫീസർ പ്രകാശൻ ജിയുടെ മേൽനോട്ടത്തിലായിരുന്നു ചില്ലകൾ വെട്ടിമാറ്റിയത്. മാസങ്ങൾ നീണ്ട മുറവിളിക്കൊടുവിലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടിയുണ്ടായത്. ഏതു നിമിഷവും ഒരു ദുരന്തം വഴിയരികിൽ കാത്തുനിൽക്കുന്നുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്.
സംസ്ഥാനപാത കണ്ണൂർ മട്ടന്നൂർ ഹൈവേയിൽ മതുക്കോത്ത് മുതൽ ഏച്ചൂർ വരെ അപകടക്കെണിയൊരുക്കി നിരവധി മരങ്ങൾ നിലനിൽപ്പുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയിലുള്ള അപകടം മനസ്സിലാക്കിയാണ് അധികൃതർ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിലെത്തിയത്. ഇന്നത്തെ മരമുറിയിൽ വലിയന്നൂർ വില്ലേജ് ഓഫീസർ പ്രകാശ് ഇഞ്ചി, അസിസ്റ്റന്റ് ഓഫീസർ ജുനൈദ് അനീഷൻ, PWD ഓവർസിയർ രമ്യ, കണ്ണൂർ കോർപ്പറേഷൻ 17-ാം വാർഡ് മെമ്പർ പ്രദീപൻ കെ, ദിനേശ് BD പ്രസിഡന്റ് ഗംഗാധരൻ, പരാതി നൽകിയ AO ഹരി, മരം കോൺട്രാക്ട് എടുത്ത സുരേഷ് ബാബു തോട്ടട, KSEB ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. 2022 ജൂൺ മാസം AO ഹരി നൽകിയ അപേക്ഷയിലാണ് ഇതോടെ തീരുമാനമായത്. ഇത്തവണ കാലാവസ്ഥ തീർത്തും മോശമായപ്പോഴാണ് നാട്ടുകാർ ചില്ലകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി വീണ്ടും രംഗത്തെത്തിയത്. കഴിഞ്ഞയാഴ്ച ആൽമരക്കൊമ്പിൽ തട്ടി കണ്ടെയ്നർ റോഡിൽ വീണതും മരച്ചില്ല ഒടിഞ്ഞു വീണ് അപകടം നടന്നതും വാർത്തയായിരുന്നു. ചൊവ്വ മട്ടന്നൂർ റോഡിൽ വലിയന്നൂർ മുതൽ ഏച്ചൂർ വരെയുള്ള സ്ഥലങ്ങളിൽ വലിയ മരങ്ങൾ ഈ ഗതാഗതത്തിന് തടസ്സമുണ്ടാകുന്ന തരത്തിൽ റോഡിലേക്ക് ചായുകയും അതുപോലെ തന്നെ അപകടകരമായിട്ട് അതിൻ്റെ ശാഖകൾ വളർന്നു വരികയും ചെയ്തതിൻ്റെ ഭാഗമായി വലിയ അപകടങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മതുക്കോത്ത് ഒരു കണ്ടെയ്നർ ലോറി ഈ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരത്തിന് കൊമ്പിൽ അടിച്ച് അവിടെ കണ്ടെയ്നർ തന്നെ റോഡിലേക്ക് തെറിച്ച് വീഴുകയും വളരെ അപകടം രക്ഷപ്പെടുകയാണ് ചെയ്തു. ഒരു കാറിൻ്റെ മേലെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് അത്ഭുതകരമായി ആ കാറ് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ വലിയ ഒരു ചുഴലിക്കാറ്റ് അടിച്ചതിൻ്റെ ഭാഗമായും കുറേ മരങ്ങൾ കടപുഴകി പോവുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഭാഗമായി ജനങ്ങൾ വലിയ ഭീതിയിലാണ്. അപ്പോൾ ഈ നിരന്തരം പല കോണുകളിൽ നിന്നും അതുപോലെ തന്നെ കൗൺസിലർ എന്ന നിലയിലൊക്കെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പബ്ലിക്കും ആ നിലയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ ഈ അപകടകരമായി നിൽക്കുന്ന 5-6 മരങ്ങൾ മുറിക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ PWD തന്നെ അതിനു വേണ്ടുന്ന മുൻകൈ എടുത്തുകൊണ്ടാണ് ഇവിടെ ഈ മരമുറി നടക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ ജനങ്ങൾ വാഹനങ്ങളിലും കാൽനടയായും ആശ്രയിക്കുന്ന വഴി കൂടിയാണിത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രദേശവാസികൾക്ക് ഇതുവഴി ഭീതിയില്ലാതെ കടന്നുപോകാം. സിറ്റി ന്യൂസ് കണ്ണൂർ. കാഞ്ഞിരോട് തണൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റിയിൽ സൗജന്യ സർജിക്കൽ സ്ക്രീനിംഗ് ക്യാമ്പും ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് ലോഞ്ചിങ്ങും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രഗത്ഭ ഓർത്തോ സർജൻ ഡോക്ടർ ജിയോ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലാണ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജൂൺ 22 മുതൽ 28 വരെ സൗജന്യ ഓർത്തോ പരിശോധനാ ക്യാമ്പും ഹോസ്പിറ്റലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് തണൽ എന്ന പേരിൽ സാമൂഹ്യ സേവന രംഗത്തും ആതുര സേവന മേഖലയിലും നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തുന്നുണ്ട്. ആതുര സേവന രംഗത്ത് നൂതനമായ കാൽവെപ്പായിരുന്നു 2021 കണ്ണൂർ കാഞ്ഞിരോടിൽ ആരംഭിച്ച തണൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി. ന്യൂറോ റിഹാബ് മേഖലയിലും ഇന്റർവെൻഷണൽ പെയിൻ മാനേജ്മെന്റ് രംഗത്തും കേരളത്തിൽ തന്നെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറാൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റിക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. പ്രഗത്ഭ ഓർത്തോ സർജൻ ഡോക്ടർ ജിയോ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റിയിൽ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2025 ജൂൺ 22 ഞായർ മുതൽ ജൂൺ 28 ശനി വരെ സൗജന്യ ഓർത്തോ പരിശോധനാ ക്യാമ്പ് ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെയാണ് തണൽ പ്രവർത്തിക്കുന്നത്. അപ്പം ന്യൂറോ റീഹാബിലിറ്റേഷൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാട്ടിൽ എത്രയോ താഴ്ന്ന നിരക്കിലാണ് തണലിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുതന്നെ നമുക്ക് ഓർത്തോപെഡിക്സിലും പ്രതീക്ഷിക്കാം. ജനങ്ങൾക്ക് സർജറികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും മിതമായ നിരക്കിൽ, ജില്ലയിലെ തന്നെ ഏറ്റവും മിതമായ നിരക്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സർജറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോപെഡിക് സംബന്ധമായ എല്ലാ സർജറികളും നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. അതായത് ജില്ലയിലെ തന്നെ മികച്ച ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യമാണ് നമ്മളവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് ലാമിനാർ ഫ്ലോയോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ 2 അവിടെ സജ്ജമാണ് ഓൾറെഡി. പിന്നെ ഏതൊരു ഓപ്പറേഷൻ്റേതും വിജയം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സർജറി ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടറാണ്. പക്ഷേ അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പി സർജറിയുടെ വിജയത്തെ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ്. അപ്പം ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റിയിൽ ഓൾറെഡി നമുക്കൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ, അത് PMR ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ നമുക്ക് ഓൾറെഡി അവിടെ റണ്ണിങ് ആണ്. അപ്പം അതിൻ്റെ ഒരു സഹായം കൂടെ നമുക്ക് ഓർത്തോപെഡിക്സിൽ അവൈലബിൾ ആക്കാൻ പറ്റും. അതായത് സർജറിയും അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പിയും എല്ലാം ഒരു സെൻറ്ററിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിനൂതനമായ 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇതിനായി സുസജ്ജമാണ്. ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ നടത്തപ്പെടുന്നതാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള
തുടർ ചികിത്സയും റീഹാബിലിറ്റേഷനും ഇതുപോലെ തന്നെ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുകയും ചെയ്യും. ന്യൂറോ റീഹാബ് രംഗത്തെ പ്രശസ്തരായ ഡോക്ടർമാർ, വിവിധ വിഭാഗം തെറാപ്പിസ്റ്റുകൾ, റോബോട്ടിക് റീഹാബിലിറ്റേഷൻ സേവനം, ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ, മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ ഇതിനോടനുബന്ധിച്ച് സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജിയോ സെബാസ്റ്റ്യൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ചൂരപ്ര, തണൽ സെക്രട്ടറി കെ ചന്ദ്രൻ മാസ്റ്റർ, ഓപ്പറേഷൻസ് ഹെഡ് ശുഭലക്ഷ്മി, കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ അനുരാഗ് സേവ്യോ എന്നിവർ പങ്കെടുത്തു. പയ്യന്നൂരിൽ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ച മോഷ്ടാവ് അറസ്റ്റിൽ. ചാലക്കര ഹൌസിൽ ഇബ്രാഹിം ഖലീലിനെയാണ് പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബദിയടുക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. പ്രദേശത്തെ നിരവധി CCTV ക്യാമറകളും ഫോൺ കോളുകളും പരിശോധിച്ച ശേഷമാണ് 12 ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടാനായത്. പയ്യന്നൂർ കേളോത്ത് വെച്ച് ഈ മാസം 6-ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വീട്ടിന് മുന്നിലെ റോഡരികിൽ നിൽക്കുകയായിരുന്ന വയോധികയായ കാർത്തിയായനിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചത്. ഈ കേസിൽ കാസർഗോഡ് ചെന്നടക്കം സ്വദേശി ഇബ്രാഹിമാണ് പോലീസ് പിടിയിലായത്. ചാലക്കര ഹൌസിൽ ഇബ്രാഹിം ഖലീലിനെ പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബദിയടുക്കയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാനഗർ, മേൽപ്പറമ്പ്, ഹൊസ്ദുർഗ് സ്റ്റേഷനുകളിലായി 10ഓളം മാലപ്പൊട്ടിക്കൽ കേസുകൾ നിലവിലുള്ള പ്രതിയാണ് ഇബ്രാഹിം ഖലീൽ. പ്രദേശത്തെ നിരവധി CCTV ക്യാമറകളും ഫോൺ കോളുകളും പരിശോധിച്ചതിന് ശേഷമാണ് 12 ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടാനായത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ പ്രമോദ് കടമ്പേരി, AG അബ്ദുൾ ജബ്ബാർ, സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ AG അബ്ദുൾ റൌഫ്, ASI നൌഫൽ അഞ്ചിലത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI KV മനോജൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തളിപ്പറമ്പിൽ വൻ MDMA വേട്ട. 60,000 രൂപ വിലമതിക്കുന്ന 39.6 ഗ്രാം MDMAയുമായി കോഴിക്കോട് വാണിമേൽ കൊടിയൂറ സ്വദേശി പൂവുള്ളതിൽ വീട്ടിൽ P ഹഫീസിനെയാണ് പിടികൂടിയത്. ഇന്നലെ രാത്രി 11:20-നാണ് തളിപ്പറമ്പ് നഗരസഭ ബസ് സ്റ്റാൻഡിൽ വെച്ച് എയ്ഡ് പോസ്റ്റ് സമീപം വെച്ച് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ലഹരിവിരുദ്ധ സേനയായ ഡാൻസ് ഓഫ് ടീം ഇയാളെ വലയിലാക്കിയത്. ബംഗളൂരുവിൽ നിന്ന് MDA വാങ്ങി 10,000 രൂപ പ്രതിഫലത്തിനായി തളിപ്പറമ്പിലെ സബ് ഏജന്റുമാർക്ക് വിൽപ്പന നടത്താൻ എത്തിയതാണ് ഇയാളെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. മാസങ്ങളായി ഡാൻസ് ഓഫ് ടീം ഹഫീസിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും സീനിയർ CPOമാരായ അനൂപ്, ഷൌക്കത്ത്, സജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയത്. തളിപ്പറമ്പ് ASI ദിനേശൻ കൊതേരി, പ്രൊബേഷണറി SI വി രേഖ, ഡ്രൈവർ CPO നവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ നടപടികൾ സ്വീകരിച്ച് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പഴയ ബസ് സ്റ്റാൻഡിലെ അനധികൃത വാഹന പാർക്കിംഗും പട്ടിശല്യവും അടിയന്തര നടപടി വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തുടർച്ചയായി നിവേദനങ്ങൾ നൽകിയിട്ടും ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ലെന്ന് യോഗം വിലയിരുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് യോഗം മണ്ഡലം പ്രസിഡന്റ് KV സലീം ഉദ്ഘാടനം ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡും പരിസരവും പട്ടിശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുന്നു. പട്ടിയുടെ കടിയേൽക്കുകയും മരണങ്ങൾ വാർത്തയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭീതിയോടെയാണ് വ്യാപാരികളും പൊതുജനങ്ങളും പഴയ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നത്. അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. പട്ടികൾക്ക് കോഴി വേസ്റ്റും മറ്റു ഭക്ഷണ അവശിഷ്ടങ്ങളും കൊണ്ടുവന്ന് നൽകുന്നവരുടെ ഫോട്ടോയടക്കം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു. ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് കാര്യത്തിലും നിരവധി തവണ നൽകിയ പരാതികൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല. മദ്യവിൽപ്പന, ഉപയോഗം, ചൂതാട്ടം, അനാശാസ്യ പ്രവർത്തനങ്ങൾ, ലഹരി ഉപയോഗം, വിൽപ്പന തുടങ്ങിയ സകല പ്രവർത്തനങ്ങൾക്കും മറയാണ് അനധികൃത പാർക്കിംഗ്. വ്യാപാര സ്ഥാപനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രമായും ബസ് സ്റ്റാൻഡ് മാറിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത പക്ഷം വമ്പിച്ച പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് യോഗം തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് യൂണിറ്റ് പ്രസിഡന്റ് നാസർ കോട്ടച്ചേരി അധ്യക്ഷത വഹിച്ചു. അസീസ് വടക്കുംപാട്, അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഷുഹൈബ്, സജിത്ത്, അഹമ്മദ് മെലഡി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ക്ഷേത്രമില്ല ക്ഷേത്രത്തിലെ ഓടപ്പൂവെന്ന പ്രസാദമേകുന്ന അക്കരെ കൊട്ടിയൂർ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രസാദത്തിലെ വ്യത്യസ്തത കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു ദൈവസന്നിധിയാണ്. വൈശാഖ മഹോത്സവത്തിന് കൊട്ടിയൂരിൽ എത്തുന്നവർക്ക് കണ്ണിന് വിരുന്നേകി വഴിക്കിരുവശവുമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ നീളെ കാണാം. ദക്ഷയാഗം നടത്തിയ കർമ്മിയുടെ താടി പ്രസാദമായി നൽകുന്ന ഇന്ത്യയിലെ ഏക ദേവസ്ഥാനമാണ് അക്കരെ കൊട്ടിയൂർ എന്നും വിശ്വാസമുണ്ട്. അറിയാം ഓടപ്പൂവിനെ പറ്റി കൂടുതലായി. കണ്ണൂർ കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂ ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും. കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായി നൽകുകയും ചെയ്യും.
ഭൃഗുമുനിയുടെ വെളുത്ത താടി എന്നാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത്. ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ്. ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്ത് ഇടിച്ച് ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറ കളയും. കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറം ഉണ്ടാകും. വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തെത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നത്. ഓടപ്പൂ എന്ന് പറയുന്നത് കൊട്ടിയൂർ പെരുമാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ്. ഇത് നിലവിലെ ദക്ഷയാഗം നടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വീരഭദ്രം വരുന്ന സമയത്ത് ദക്ഷയാഗം നടത്തിയ മുഖ്യ ആചാര്യൻ ഭൃഗുമുനിയുടെ താടി വലിച്ച് ഓടക്കാട്ടിൽ എറിഞ്ഞെന്നും അതിനുശേഷം ആണ് ഈ ഓടപ്പൂ ഭക്തജനങ്ങൾ മുഖ്യ പ്രസാദമായിട്ട് കൊണ്ടുപോയി തൂക്കുന്നത്. ഈ ഓടപ്പൂ എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ കുടുംബത്ത് ശിവചൈതന്യം നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവന്റെ പരിരക്ഷണയിൽ നിൽക്കുന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പൂ ഭക്തജനങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയി വീടിൻ്റെ മുൻവശങ്ങളിലും അതുപോലെ വാഹനങ്ങൾ അതുപോലുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓടപ്പൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല, വനാന്തരങ്ങളിലുള്ള ചതുപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതര ഓട, മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഞങ്ങളത് അവിടെ ഫോറസ്റ്റിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു 10-12 പ്രൊസീജിയറോടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഓട പൂവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓട ആദ്യം വനാന്തരങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നീലക്കറുള്ള അല്ലെ പച്ചക്കറുള്ള തൊലി ചുറ്റി വൃത്തിയാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ ചതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നീളമുള്ള ഒരു സൂചി പോലും ആയതുകൊണ്ട് ഞങ്ങൾ അതിന് പറയുന്ന പേര് മുള്ളെന്നാണ് പറയുക. ആ മുള്ള് ചീകി അതിനകത്തുള്ള പൊടിയും അതിനുള്ള ചോറും അതുപോലെ എല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് ബാക്കിയുള്ള കറയും കൂടി കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് വള്ളിയാക്കി എടുത്തതിന് ശേഷമാണ് ഇത് പ്രസാദമായിട്ട് ഭക്തർക്ക് കൊടുക്കുന്നത്. ഇതേ സാധനം കൊട്ടിയൂർ ലോകത്തിൽ കൊട്ടിയൂർ പെരുമാളിന്റെ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംവിധാനം കൊട്ടിയൂർ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂവ് നിർമ്മിക്കാൻ. ഒരു കാലത്തെ പരക്കെ ഉണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ചൻ എന്നാണ്. ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടി രോമങ്ങളാണ് ഓടപ്പൂവ് എന്നാണ് കരുതപ്പെടുന്നത്. ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടി രോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്ന് കരുതപ്പെടുന്നു. കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല, അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദുരിതയാത്ര പേറി മട്ടന്നൂർ എയർപോർട്ട് റോഡിലെ കാഞ്ഞിരോട് വളവ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് മഴയൊന്നു പെയ്താൽ ചെളിക്കുളമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചെപ്പടി വിദ്യ എന്നോണം റോഡിലെ കുഴികൾ മാത്രം ടാറിട്ട് മൂടിയതോടെ ഒറ്റമഴയിൽ തന്നെ ദുരിതം ഇരട്ടിച്ചു. കാൽനട പോലും ദുസ്സഹമായ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന എയർപോർട്ട് റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മേലിച്ചുവ മട്ടന്നൂർ എയർപോർട്ട് റോഡിൽ കാഞ്ഞിരോട് മാവേലി സ്റ്റോറിന് മുൻവശത്തെ റോഡാണ് മഴയൊന്നു പെയ്തതോടെ ചെളിക്കുളമായത്. കുണ്ടും കുഴിയും നിറഞ്ഞ് ചെളിക്കുളമായ റോഡിലൂടെ വാഹനയാത്രയും കാൽനടയാത്രയും ദുരിതത്തിലായി. വർഷങ്ങൾ നിരവധിയായി ഈ റോഡ് ഇത്തരത്തിൽ ചെളിക്കുളമാവാൻ തുടങ്ങിയിട്ട്. കാലവർഷം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് കുണ്ടും കുഴിയും നിറഞ്ഞ ഭാഗത്ത് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിരുന്നുവെങ്കിലും ഒറ്റമഴ പെയ്തതോടെ പഴയതിലും ഉപരിയായി റോഡ് മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള താൽക്കാലിക ചെപ്പടി വിദ്യ കാണിക്കുന്നതാണ് ഇന്നത്തെ റോഡിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്നും റോഡ് ഉയർത്തി ഇരുവശത്തും വെള്ളം ഒഴുകിപ്പോകാൻ ഡ്രെയിനേജ് സ്ഥാപിക്കുകയോ പൊതുവെ ഉറവ വരുന്ന ഈ ഭാഗം ഇന്റർലോക്ക് ചെയ്യുകയോ ചെയ്ത് ശാശ്വതമായ പരിഹാരം കാണുകയാണ് അധികൃതർ ചെയ്യേണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. മട്ടന്നൂർ മേലച്ചുവ മട്ടന്നൂർ എയർപോർട്ട് റോഡാണിത്. വർഷങ്ങളായിട്ട് ഇതാണ് സംഭവം. മഴ പെയ്തു കഴിഞ്ഞാൽ ഗതാഗത യോഗ്യമല്ല. ഇതിൽ ആയിരക്കണക്കിന് വാഹനങ്ങളും സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. ഇത് എൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ വളരെ അപകടം നടന്ന ഒരു സ്ഥലങ്ങളാണ്. വേണ്ടപ്പെട്ട അധികാരികൾ അതിന് വേണ്ടുന്ന ആവശ്യങ്ങൾ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു പരിഹാരം കാണണം. അതുപോലെ തന്നെ ഇതിന് സമഗ്രമായ ഒരു പരിഹാരം കാണണം, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണം. രണ്ട് ഭാഗത്തും ഡ്രെയിനേജ് ചെയ്തുകൊണ്ട് കുറച്ച് ഉയർത്തിയിട്ടുള്ള ഒരു പരിപാടി ചെയ്യണം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇതിന് മുമ്പ് തന്നെ മഴ പെയ്യുന്നതിന് മുമ്പ് കുറച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചില ഒരു മിനുക്കുപണികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടൊന്നും ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പറ്റില്ല. വൻകുഴികൾ കാരണം വാഹനങ്ങൾ പതുക്കെ പോകുന്നത് കാരണം മുഴുവൻ സമയവും ഗതാഗത കുരുക്കും ഇവിടെ പതിവാണ്.
കൂടാതെ വാഹനങ്ങൾ കുഴിവെട്ടിക്കാൻ തലങ്ങും വിലങ്ങും പോകുന്നതിനാൽ യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തി നടത്താതെ ശാശ്വത പരിഹാരം നടത്തി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന എയർപോർട്ട് റോഡിലെ ഈ ഭാഗം ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. റോഡിന്റെ പ്രശ്നങ്ങൾ തീരാൻ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും കൂടി ജനങ്ങൾക്ക് നടന്നു പോകാൻ വരെ സൗകര്യമില്ലാത്ത വിധത്തിലാണ് ഈ റോഡിന്റെ അവസ്ഥ. കണ്ടമാനം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം താൽക്കാലികമായിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാതെ വെച്ചിൽ നല്ലൊരു ഡ്രെയിനേജ് കാര്യങ്ങൾ കൊടുത്ത് ഈ റോഡിനൊരു പരിഹാരം കാണണമെന്ന് വിനീതമായി പറയാനുള്ളൂ. തൊട്ടടുത്ത കുടുക്കിമൊട്ടയിലും ഇതേ അവസ്ഥയാണ് നിലവിലുള്ളത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9265, പവന് 74,120 രൂപ, വെള്ളി 120 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ സദാചാര ഗുണ്ടായിസം, കായലോട് പറമ്പായിൽ യുവതി ജീവനൊടുക്കി. സംഭവത്തിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. പ്രതികളായ SDPI പ്രവർത്തകർ നടത്തുന്നത് ഭീകരവാദമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ഇന്ന് വായനാ ദിനം. ആഴത്തിലുള്ള വായനകളെ ഉണർത്താൻ സ്കൂളുകളിൽ മാസാചരണം. വിദ്യാരംഗം, സാഹിത്യവേദിയും സമിതികളും രംഗത്ത്. PN പണിക്കരെ അനുസ്മരിച്ചും വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിയും വിദ്യാർത്ഥികൾ. ഒടുക്കം ശാപമോക്ഷം. മധുക്കോത്ത്, ഏച്ചൂർ ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തിയ മരച്ചില്ലകൾ വെട്ടിമാറ്റി. അധികൃതർ കനിയാനെടുത്തത് 3 വർഷത്തെ ശ്രമം. മുറിച്ചുമാറ്റലിന് സിറ്റി ന്യൂസ് വാർത്ത തുണയായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.